ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ 16ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിന്റെ അവസാനത്തിൽ ജിൻഷി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ഇൻട്രൊഡക്ഷനോട് കൂടിയായിരുന്നു നമ്മുടെ എപ്പിസോഡ് അവസാനിച്ചത്. ഇന്നത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുവാണ് നമ്മൾ ടീച്ചർ ആണെങ്കിൽ ഒരു ബൈക്കിൽ എവിടേക്കോ സ്പീഡിൽ ബൈക്ക് ഓടിച്ച് പോവാണ്. വേറെ ഒന്നുമില്ല, അവൾ മനസ്സിലാലോചിക്കുവാണ് എന്താണ് ഇവനിപ്പോൾ ഈ സെക്കൻഡ് ഹീറോയ്ക്ക് ഇപ്പോൾ എന്നെ വിളിക്കേണ്ട കാര്യം എന്തുമായിരുന്നു. ഇന്നിപ്പോൾ ലീവ് അല്ലായിരുന്നെങ്കിൽ അവൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു മുങ്ങായിരുന്നു. ഇപ്പോൾ ലീവ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായല്ലേ. എന്തായാലും ഡിന്നറിന് വിളിച്ചതല്ലേ, അവിടെ വരെ പോയിട്ട് എന്തുവാന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവൾ പോകുന്നത്. അവൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ കുറേ പെൺപിള്ളേരായിട്ട് കുറേ സൊള്ളി പറഞ്ഞൊക്കെ ഇരിക്കുക കേട്ടോ. ഇവൾക്ക് ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അവൾ ആ എക്സ്പ്രഷനൊന്നും പുറത്ത് കാണിക്കാതെ അവിടെ ഇരിക്കുക. എൻ്റെ ഫുഡെല്ലാം കഴിക്കാനായിട്ട് അവർ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡക്ഷൻ നടത്തുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ യുവും സിലിയും. അപ്പോൾ അന്ന് രാത്രിയായ സമയത്ത് ഇവരിങ്ങനെ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ യു വന്ന് സിലിയെ കിസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ സിലിക്ക് ഭയങ്കര എംബാരസ്ഡ് ആയിട്ട് സിലി പറയും, വേണ്ട നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ പപ്പയുടെ സ്റ്റഡി റൂമിൽ ചെന്ന് കിടക്കുമെന്ന് പറയും. അപ്പോൾ ഇവൻ വിചാരിക്കും ഓക്കെ സിലി പറഞ്ഞതല്ലേ ഇന്നിപ്പോൾ തൽക്കാലം പോവാന്ന് പറഞ്ഞിട്ട് അവൻ പോവാൻ നിൽക്കുന്ന സമയത്ത് സിലി പറയും, അല്ല പോവാൻ പറഞ്ഞാൽ അങ്ങ് പോവാണോ. അപ്പോൾ യു പറഞ്ഞു, നീയല്ലേ പോവാൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറയും. അപ്പോൾ സിലി പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല, ഇതിപ്പോൾ എൻ്റെ വീടല്ലേ, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി എംബാരസ്ഡ് ആയി ഫീൽ ചെയ്യുന്നത്. പിന്നെ അവനങ്ങ് ഒന്നാവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ എന്താ പറയുന്നത് ടീച്ചർ വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഹീറോ ഒരു പ്ലാനൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ബട്ട് സത്യം പറഞ്ഞാൽ ടീച്ചർ അവിടെ വന്നിട്ട് അപ്പം പിള്ളേരെല്ലാം ടീച്ചർ കയ്യിലെടുത്തെന്ന് വേണം പറയാൻ. അവളാണെങ്കിൽ അവരായിട്ടൊക്കെ സെറ്റായിട്ടും അവരായിട്ട് നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് ഇവളങ്ങ് പോകാൻ നിൽക്കുക. അപ്പോൾ പാവം നമ്മുടെ സെക്കൻഡ് ഹീറോ ആയിട്ട് അവനിട്ട പ്ലാൻ മൊത്തം ചീറ്റിപ്പോയി. അവനാണെങ്കിൽ ബില്ലും പേ ചെയ്യേണ്ടി വന്നു. അവൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെൺപിള്ളേരായിട്ട് അവൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ജലസി ഫീൽ ചെയ്തിട്ട് ടീച്ചർ അവൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നില്ലേ. പക്ഷെ അവൻ്റെ ആ വിചാരമൊക്കെ എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റിപ്പോയി. പകരം ഈ പെൺപിള്ളേരാണെങ്കിൽ ഇവളുടെ കഴിഞ്ഞ നമ്പറൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വാട്സപ്പിൽ ഗ്രൂപ്പ് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇവൻ വന്നിട്ട് ഇവരുടെ അടുത്ത് പറയുന്നത് നമ്മൾ എന്തൊക്കെ സ്ക്രിപ്റ്റ് ഇട്ടത്, അവസാനം നിങ്ങൾ അവളുടെ വിലയിൽ വീണോ, അവളുമായിട്ട് അങ്ങ് കൂട്ടായില്ലെന്ന് പറയുന്ന സമയത്ത് ആ പെൺപിള്ളേർ പറയും, എത്ര നല്ല ക്യാരക്ടറുള്ള പെങ്കൊച്ച, അവരുടെ അടുത്ത് എങ്ങനെയാണ് എനിക്കിങ്ങനെ സ്ക്രിപ്റ്റ് കളിക്കാൻ പറ്റുന്നതെന്ന് അവരും പറയും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇവർ എണീറ്റ് ചെല്ലുന്ന സമയത്ത് നമ്മുടെ യുവിന് പിന്നെയും പണി കൊടുക്കുക കേട്ടോ. എന്താ പറയുന്നത് മരുമോനല്ലയോ, അവൻ്റെ അടുത്ത് പറയാണ് താറാവുണ്ട്, അപ്പോൾ താറാവിൻ്റെ കഴുത്തിലൊരു റെഡ് കളർ ഒരു ഗ്രൂപം പോലെ കിട്ടിയിട്ടുണ്ട്, ഈ താറാവിന് ഇവൻ പിടിക്കണമെന്ന്. പക്ഷെ നമ്മുടെ യുവനാണെങ്കിൽ താറാവിനെ ഭയങ്കര പേടിയാണ്, അവൻ പേടിച്ചാണ് അതിനെ പിടിക്കാൻ നിൽക്കുന്നത്. ആ സമയത്ത് സിലി വന്നിട്ട് പറയും, നമ്മളിപ്പോൾ കറി വെക്കാൻ വേണ്ടിയില്ലേ താറാവിനെ പിടിക്കുന്നത്, താറാവിന് കറിയൊന്നും വെക്കേണ്ട, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിള്ളേർക്ക് കൊടുക്കുക, അവരാണെങ്കിൽ നല്ല ഹാപ്പി ആകുമെന്ന് പറഞ്ഞ് സിലിയും യുവും കൂടി ഒരുമിച്ച് അതിനെ പിടിച്ച് വണ്ടിയിലാക്കുകയാണ്. എന്നിട്ട് അവർ പോകാൻ നിൽക്കുന്ന സമയത്ത് എന്താ പറയുന്നത് പപ്പയോടും അമ്മയോടും ഞങ്ങൾ പിന്നെ വരാം, ഇനി വരുമ്പോൾ പിള്ളേരെല്ലാം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബായൊക്കെ പറഞ്ഞിട്ട് വണ്ടിക്കകത്ത് കയറുമ്പോൾ നമ്മുടെ സിലി പറയുവാണ് താറാവിൻ്റെ അടുത്ത് പറയുന്നത് അവിടെ 2 കുഞ്ഞു പിള്ളേരുണ്ട്, അപ്പോൾ നിനക്കൊരു കൂട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് താറാവിനെ കൊണ്ടുവന്നത്. അങ്ങനെ ഒരു വണ്ടി ഓടിച്ച് പോകുമ്പോൾ സിലി യുവിൻ്റെ അടുത്തൊരു കാര്യം പറയുവാണ്, എന്താണ് ഇവർക്ക് പാരമ്പര്യമായിട്ട് എന്തോ ഒരു മോതിരം കൈമാറി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിനും വൈഫിനും. അപ്പോൾ സിലിയുടെ പപ്പയ്ക്കും അമ്മയും അവർ മാരേജിന് ഇട്ട ഒരു മോതിരമുണ്ട്, അതിങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറി ആരുടെ കയ്യിൽ വന്നു, നമ്മുടെ സിലിയുടെ കയ്യിൽ അവളുടെ അമ്മ കൊടുത്തു വിട്ടേക്കുവാണ്. അപ്പോൾ പറയുകയാണ് ഈ മോതിരം നമ്മൾ 2 പേര് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക പിരിയത്തേ ഇല്ല അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്ന സമയത്ത് യുവിനെ ആദ്യം നമ്മുടെ സിലി ഇട്ട് കൊടുക്കും. അപ്പോൾ യു ചോദിക്കും, നിന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം എന്ത്, ഞാൻ ഇട്ടുന്ന മോതിരം എന്തെങ്കിലും ചെയ്യും പറയും, അല്ല ജ്വല്ലറിയിലെ ജോലിയുടെ ഇടയിൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ലെന്ന് പറയും. അപ്പോൾ യു പറയും അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ ഇപ്പം എൻ്റെ ഭാര്യ, അതെല്ലാവരും അറിയണ്ടേ, അപ്പോൾ നീയും മോതിരം ഇട്ടേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒരു പേരും കൂടി ഈ പേരിൽ ഒരെണ്ണം കൂടി കാണും, അത് നമ്മുടെ സിലിക്ക് ഇട്ട് കൊടുത്ത് ഇത് എങ്ങാനും ഊരി എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ 2 പേരും കൂടി അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് ഇവർ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് കാണിക്കുവാണ് നമ്മുടെ കുട്ടിച്ചെറുക്കനുണ്ടല്ലോ, കുട്ടിച്ചെറുക്കനും കുഞ്ഞിപ്പെണ്ണും വന്ന് ഓടി വന്നിട്ട് പറയണേ, പപ്പ അമ്മ നിങ്ങൾ എവിടെ പോയതാ, ഞങ്ങളുടെ അടുത്തൊന്നും പറയാതെ എത്ര ദിവസമായി പോയിട്ട്, ഞങ്ങൾ നന്നായി മിസ് ചെയ്തെന്നൊക്കെ പറയണം. അതുപോലെ തന്നെ കുട്ടിച്ചെറുക്കൻ പറയണം, അമ്മ ഒരിക്കലും ഒരു കാര്യം അറിയോ, അമ്മയും പപ്പയും പോയപ്പോഴേ ഈ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ ഞാനാ നോക്കിയത്, മാത്രമല്ല കുഞ്ഞിപ്പെണ്ണിനെ എന്നും ഞാൻ കറക്റ്റ് സമയത്ത് ഉറക്കുമായിരുന്നു, ഞാൻ നല്ലൊരു ചേട്ടനല്ലേ അമ്മ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ യുവും സിലിയും ഭയങ്കര ഹാപ്പിയാവും, കുട്ടിച്ചെറുക്കനും കുഞ്ഞിപ്പെണ്ണും ഭയങ്കര ഹാപ്പി. അതുപോലെ തന്നെ താറാവിൻ്റെ ശബ്ദം കേട്ടുമ്പോൾ പിള്ളേരെ വന്ന് ഈ കുഞ്ഞിപ്പെണ്ണും കുട്ടിച്ചെറുക്കനും കൂടിയിട്ട് ആ താറാവിനെ നോക്കാനായിട്ട് പോകും. ആ സമയത്ത് നമ്മുടെ സിലിയും പോവാട്ടോ. ആ സമയത്ത് ഗ്രാൻഡ്പ പറയുവാണ്, നീ ഒരു കാര്യം അറിഞ്ഞോ, അവർ വന്നെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ യു ചോദിക്കുകയാണ് ആരാ ചോദിക്കുന്ന സമയത്ത് ഗ്രാൻഡ്പ വിചാരിക്കും വേണ്ട ഞാനായിട്ട് ഇത് പറഞ്ഞിട്ട് അവനെ സങ്കടപ്പെടുത്തണമെന്ന് വെച്ചിട്ട് എന്നിട്ട് ഗ്രാൻഡ്പ വന്ന് അവൻ്റെ അടുത്ത് പറയാതെ പോവാണ് അവിടുന്ന്, ഒന്നുമില്ലടാ ഞാൻ ചുമ്മാ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് പോവാണ്. എന്നിട്ട് പിറ്റേന്ന് നമ്മുടെ യുവും സിലിയും ഒരുമിച്ചാട്ടോ ഓഫീസിൽ പോകുന്നത്. അപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ അവൾക്ക് ഇനി ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്, അവളുടെ ഷിഫ്റ്റ് ആവാൻ വേണ്ടി 10 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ വന്ന് ഇവർ 2 പേരും നമ്മുടെ യുവിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് ഇവർ റൊമാൻസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഹീറോ അവിടെ ഇരുന്ന് ടീച്ചറെ എങ്ങനെ വളയ്ക്കാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ യുവിൻ്റെ കയ്യിൽ ഒരു ബുക്കില്ല അതും വായിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവരിങ്ങനെ റൊമാൻസ് ചെയ്യാൻ പോകുന്ന സമയത്ത് സെക്കൻഡ് ഹീറോ ഇത് കാണും കേട്ടോ. എന്നിട്ട് സെക്കൻഡ് ഹീറോ ഇങ്ങനെ ചുമക്കുന്ന പോലെ കാണിക്കുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവും സെക്കൻഡ് ഹീറോ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഇവർക്കൊരു മാതിരി നാണോ. എന്നിട്ട് നമ്മുടെ സിലി പറയും ഞാൻ പോകാൻ നിൽക്കുന്ന സമയത്ത്
നമ്മുടെ യു അവളുടെ ചെവിയിൽ പറയും കേട്ടോ, നൈസിനെ അവനെ അങ്ങ് പുറത്താക്കുക, നമുക്ക് ഇച്ചിരി നേരം കൂടി സംസാരിച്ചിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ ടീച്ചർ പറയും, മീൻസ് നമ്മുടെ സിലി പറയും, ഒന്ന് പോയി അവിടുന്ന് 5 മിനിറ്റ് കൂടെ ഉള്ളൂ എനിക്ക് ഷിഫ്റ്റ്, ഞാൻ പോട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് സിലി അവിടെ നൈസിന് മുങ്ങാണ്. എന്നിട്ട് സെക്കൻഡ് ഹീറോ ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്, ഇങ്ങനെ ഉണ്ടായി, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ അവൾ ഒരു തരത്തിലും വളയുന്ന ഇതില്ല, നിങ്ങളിപ്പോൾ ഹാപ്പി ആണല്ലോ, നിങ്ങളങ്ങ് സെറ്റായി കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഓരോ കാര്യം സംസാരിക്കുക. അപ്പോൾ നമ്മുടെ യു പറയണം, നീ ഒരു കാര്യം ചെയ്യും, നിങ്ങനെ ജോലിയില്ലാതെ നടക്കാതെ നീ എൻ്റെ കമ്പനി വന്ന് ചേരാൻ പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും, നീ എന്തുവാ പറയുന്നേ, എനിക്കാണെങ്കിൽ ഈ കമ്പനി നോക്കി നടത്താനെന്ന് അറിയത്തില്ല, നീ തന്നെ നിനക്കുള്ള കുഴി തോണ്ടാൻ നിൽക്കണമെന്ന് പറയുന്ന സമയത്ത് യു പറയും, നീ എൻ്റെ കൂടെ വാ, ഞാൻ കുറച്ച് ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസ് തരാം, അത് കഴിഞ്ഞിട്ട് നീ കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഇതേ സമയം കിൻഡർഗാർട്ടനിൽ കാണിക്കുവാണ് നമ്മുടെ ടീച്ചറുണ്ടല്ലോ, ടീച്ചർ വന്ന് ഈ പിള്ളേർക്ക് ഡാൻസ് എല്ലാം പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഡാൻസ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ടീച്ചർ അവിടെ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക കുട്ടിച്ചെറുക്കൻ കുഞ്ഞുപെണ്ണിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, ഇന്ന് ടീച്ചറുടെ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റമുണ്ടല്ലോ, ഭയങ്കര സാഡാണോ, എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുപെണ്ണ് പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ കുട്ടിച്ചെറുക്കൻ പറയും, എത്ര വട്ടം ടീച്ചർ അറിയാവുന്ന സ്റ്റെപ്പ് തെറ്റിച്ചെന്ന് അറിയാവോ, അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ വന്ന് ഈ കുട്ടിച്ചെറുക്കൻ വന്ന് ആരെ വിളിക്കുവാണ്, നമ്മുടെ സെക്കൻഡ് ഹീറോനെ വിളിച്ചിട്ട് പറയണം. അപ്പോൾ സെക്കൻഡ് ഹീറോയിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് നാളത്തെ പോലെ ഉടായ്പൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല ഇതാണെങ്കിൽ ടീച്ചർക്ക് നല്ല വൃത്തിയായിട്ട് അറിയുന്ന സ്റ്റെപ്പ്, പക്ഷെ അത് തന്നെ തെറ്റിച്ചാണ് ടീച്ചർ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്ക് മനസ്സിലാവും, ഓ അപ്പോൾ നമ്മൾ പയറ്റിയ പണി അങ്ങ് വിജയിച്ചിട്ടുണ്ടെന്ന് സെക്കൻഡ് ഹീറോയ്ക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് നമ്മുടെ യു നേരെ പോകുന്ന ഒരു മീറ്റിങ്ങിനാണ്, വേറെ ഒന്നുമല്ല, അന്ന് നമ്മുടെ യു വന്ന് ഭയങ്കര ദേഷ്യമായിട്ടാണ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയേക്കുന്നത്. വേറെ ഒന്നുമില്ല, ടിയാനിയും അതുപോലെ തന്നെ വേറൊരു ഞാൻ പറഞ്ഞില്ല ഹൈ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ, അവർ രണ്ടും കൂടിയാണ് ജിൻഷിയുടെ വരവിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ രണ്ടുപേരെ വിളിച്ചേക്കുന്നത്. ചോദിക്കണം, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ ഇവിടെ എടുത്തത് ചോദിക്കുമ്പോൾ ടിയാൻ പറയും, അല്ല നിങ്ങളെ 3 ദിവസമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഞങ്ങൾ പല രീതിക്ക് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, എവിടെയാണെന്നോ ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കേണ്ടി വന്നതെന്ന് പറയാം. അപ്പോൾ പറയണേ എന്തുമായാലും ശരി, അവൾ ഈ പോസ്റ്റിൽ വന്നാൽ ശരിയാവത്തില്ല, മാറ്റാൻ പറയുന്ന സമയത്ത് അവർ പറയും, അവൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത്, അപ്പോൾ അവളെ നിർത്തുവാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് അത് വളരെയധികം നല്ലതെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അതുപോലെ തന്നെ ടിയാൻ പറയും, എല്ലാവരും വോട്ട് ചെയ്ത് അപ്പോൾ എല്ലാവർക്കും അവൾ മതിയെന്നാണ്, ഓൾമോസ്റ്റ് എല്ലാ വോട്ടും അവൾക്ക് കിട്ടിയേക്കുന്നത് പറയുന്ന സമയത്ത് നമ്മുടെ യു പറയും, എങ്ങനെയെങ്കിലും എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇല്ല പറ്റത്തില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ന്യൂസ് എല്ലാം മീഡിയയ്ക്ക് പോയി, ഇനിയിപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാകും. അപ്പോൾ യു ചോദിക്കും, ഇനി എങ്ങനെയെങ്കിലും മാറ്റാൻ വഴിയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ടിയാൻ പറയും, ഇല്ല അത് പറ്റത്തില്ല, കാരണം മീഡിയ പേഴ്സൻ്റെ കയ്യിലല്ലേ, ഓൾറെഡി അത് ന്യൂസായി, ഇനിയിപ്പോൾ മാറ്റി കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനിക്ക് പേര് ദോഷം എന്ന് പറയും. അപ്പോൾ പിന്നെ യുവിന് ഇനിയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ യു അവിടുന്ന് പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് പോവാണ്, ഓഫീസിൽ നിന്ന് പോവാണ്. ഇതേ സമയം കാണിക്കുക നമ്മുടെ സിലി ആണെങ്കിൽ കഷ്ടപ്പെട്ട് യുവിന് വേണ്ടി സൂപ്പെല്ലാം ഉണ്ടാക്കുക കേട്ടോ. ആ സമയത്ത് ഓൾറെഡി ഗ്രാൻഡ് പിക്ക് അറിയാം. അപ്പോൾ നമ്മുടെ യു കയറി വരുന്ന കോളിംഗ് അടിക്കുന്ന സമയത്ത് അവൾ പോയി കോട്ടെല്ലാം വാങ്ങിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ സൂപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേഗം ഡ്രസ്സ് മാറിയിട്ട് പോവാ കഴിക്കാമെന്ന് പറയാം. അപ്പോൾ ഇവൻ ഡ്രസ്സ് മാറാനൊന്നും പോകത്തില്ല, നേരെ ഗ്രാൻഡ് പേയുടെ കൂടെ ചെന്നിരുന്ന് ഇവർ TV ഇടുന്ന സമയത്ത് അതിൽ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ മറ്റേ ജിൻഷിയെ പറ്റിയുള്ള ഒരു ന്യൂസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾ വന്ന എന്താണ്, ഈ ബില്ലിയാർഡ് ബോൾ ഇല്ലേ, അതിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്, ചാമ്പ്യനൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതിനിതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് സിലി എന്താ പറയുന്നത്, സൂപ്പ് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നത്. അപ്പോൾ സിലി പറയണേ, ഓ അവളുടെയൊക്കെ ലൈഫ് സൂപ്പർ ലൈഫിൽ കണ്ടോ ഇത്രയും സക്സസ്ഫുൾ ആയി നിൽക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ ഗ്രാൻഡ്പയ്ക്കും യുവിന് ഈ കാര്യം അറിയാലോ, അവളുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ യുവിൻ്റെ ലൈഫിലുണ്ടായിരുന്നല്ലോ അവള്. അപ്പോൾ പിന്നെ ഗ്രാൻഡ്പ വേഗം ചാനൽ മാറ്റും. അപ്പോൾ സിലി ചോദിക്കും, എന്തിനാ ഗ്രാൻഡ്പ ചാനൽ മാറ്റി, നല്ല പ്രോഗ്രാം അല്ലായിരുന്നു. അപ്പോൾ ഗ്രാൻഡ്പ പറയാനല്ല, വേറൊരു ചാനൽ ഇട്ട് പറയും, ഈ പ്രോഗ്രാം വളരെ നല്ല, ഞാൻ ഇതിൻ്റെ എല്ലാ എപ്പിസോഡും കാണാറില്ല, സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിലി ഒരുവിധം എന്താ പറയുക, അവൾ മനസ്സിലാക്കാത്ത രീതിയിൽ അങ്ങ് പെരുമാറും. അതുപോലെ തന്നെ യുവിന് സൂപ്പ് വെച്ചെടുക്കുമ്പോൾ യു അത് കഴിക്കാതെ അവിടെ നിന്ന് എണീറ്റ് പോകണം. അപ്പോൾ സിലിക്ക് അത് സങ്കടമാവുമെങ്കിലും പുറത്ത് കാണിക്കത്തില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സിലി പാവം ഒറ്റയ്ക്കൊക്കെ ചെന്നിരുന്നിട്ട് ആ സൂപ്പെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യു ഡ്രസ്സെല്ലാം മാറിയിട്ട് പറയും, നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞു ഞാൻ സൂപ്പ് കഴിക്കത്തില്ല, നീ ഞാൻ ഡ്രസ്സ് മാറാൻ പോയതാന്ന് പറഞ്ഞിട്ട് യു അവളുടെ കയ്യിൽ നിന്ന് സൂപ്പെല്ലാം വാങ്ങിച്ചിരുന്ന് കുടിക്കുവാണ്. അപ്പോൾ സിലി പറയും, ഒരു ബൗളല്ലേ ഇതാക്കിയുള്ളൂ, ഈ മൊത്തം കുടിക്കണം, എനിക്ക് വിഷമമായതുകൊണ്ട് ഇത് മൊത്തം കുടിക്കണം എന്ന് പറയുമ്പോൾ യു പറയും, അതിനിപ്പോൾ എന്താ മൊത്തം കുടിക്കാമെന്ന്. അപ്പോൾ സിലി പറയും, വേണ്ട ഇനി ഒരു ബൗളും കൂടി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു ബൗളും കൂടി ഒഴിച്ച് കൊടുത്ത് കുടിക്കുന്ന സമയത്ത് ഇവള് എന്താ പറയുന്നത്, യു വന്ന് സിലിയെ കിസ് ചെയ്യാനായിട്ട് വരും കേട്ടോ. അപ്പോൾ അവൾ മുഖത്തൊരെണ്ണം കൊടുക്കും. എന്നിട്ട് അപ്പോൾ അവൻ ചോദിക്കും, നീ എന്തിനാണ് ഇപ്പം എന്നെ അടിച്ചേ? അപ്പോൾ പറയും, അല്ല ഒരു കൊതു ഇരിക്കുന്നു അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് നെറ്റിക്കൊരു കുത്തു കൊടുക്കും കേട്ടോ. അപ്പോൾ ചോദിക്കും, ഇതെന്തുവാടി, അവിടെയും കൊതു ഇരുന്നത്. അപ്പോൾ നമ്മുടെ യു വെറുതെ വിടും. യു അവളുടെ മുഖത്ത് മൊത്തം ഇങ്ങനെ പിടിച്ചിട്ട് പറയും, അതെ കൊതു എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങ് ഓടിക്കളിച്ച് എന്താ പറയുക എൻജോയ് ചെയ്യുന്ന സീനോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.